നമസ്കാരം. വാക്കുകൾക്ക് അതീവ പ്രഹരശേഷിയുണ്ട്. അതേപോലെ തന്നെ വാക്കുകൾക്ക് മുറിവുണക്കാനുള്ള ശക്തിയുമുണ്ട്. ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് പലപ്പോഴും നാക്കിൻ്റെ അറ്റത്തു നിന്നാണ്. ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതും അതേ നാക്കിൻ്റെ അറ്റത്തു നിന്ന് വരുന്ന സുന്ദര വചനങ്ങളായിരിക്കും. ഇവിടെ പറയുന്നത് വേർഡ്സ് ഓഫ് വിസ്ഡം ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ബുദ്ധിമാന്മാരായ അല്ലെങ്കിൽ വൈസായ വിവേകമതികളായ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രസ്താവനകളും വിവേകമില്ലാത്ത പ്രസ്താവനകളും ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസനും അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും വിവേകപൂർവമായ ചില വാക്കുകൾ വന്നു. വിവേകരഹിതമായ വാക്കുകൾ ഉണ്ടാക്കിയ ആ ഒരു ഡാമേജ് ഈ വിവേകപൂർവമായ വാക്കുകൾക്ക് പരിഹരിക്കാനാവുമോ എന്ന ഒരു അന്വേഷണമാണ് ഈ വീഡിയോയുടെ പ്രധാന ഇതിവൃത്തം. നോക്കൂ, ഇതെല്ലാം തന്നെ ഏതാനും കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി, പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി, പാകിസ്ഥാൻ്റെ മിലിറ്ററി ജനറൽ ഇവരെല്ലാവരും നടത്തിയ അബദ്ധ പ്രസ്താവനകൾ, പ്രത്യേകിച്ച് ഓപ്പോസിഷൻ ലീഡർ ബിലാവൽ ഭൂട്ടോ ഉൾപ്പെടെ നടത്തിയ അബദ്ധ പ്രസ്താവനകൾ ഉണ്ടാക്കിയ ഒരു നഷ്ടം. ഈ അബദ്ധ പ്രസ്താവനയിൽ ഒന്നിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഐക്യരാഷ്ട്ര സംഘടനയിലെ പെർമനന്റ് റെപ്രസെൻറ്റേറ്റീവ് നടത്തിയ ഒരു പരാമർശം, യോജന പട്ടേൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു UN വിക്ടിംസ് ഓഫ് ടെററിസം നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയുണ്ട്. അതിൻ്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനം, ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ ഈ നമ്മുടെ പ്രതിനിധി ലേഡിയാണ്, അവർ യോജന പട്ടേൽ ആഞ്ഞടിച്ചു. നിങ്ങളുടെ വിദേശകാര്യ മന്ത്രി, നിങ്ങളുടെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്, തീവ്രവാദികളെ ബ്രീഡ് ചെയ്യുന്ന ബ്രീഡിംഗ് ഗ്രൗണ്ടായി ഞങ്ങളുടെ രാജ്യം മാറി. അമേരിക്ക ആഗ്രഹിച്ചതനുസരിച്ച് അമേരിക്കയ്ക്ക് വേണ്ടി ഞങ്ങൾ ഭീകരന്മാരെ ഇവിടെ വളർത്തി. ഇപ്പോൾ ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് പറയുമ്പോഴും, ഇപ്പോൾ ഖേദിക്കുന്നു എന്ന് പറയുന്ന ഡിപ്ലോമാറ്റിക് വാക്കുകളാണെങ്കിലും അതിൻ്റെ ഒരു ഓപ്പൺ ഒരു അഡ്മിഷനാണ്. അപ്പോൾ ഭീകര രാഷ്ട്രമായി പാകിസ്ഥാനെ പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ ഇത് റോഗ് സ്റ്റേറ്റ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധി അവിടെ നടത്തിയ ഉജ്ജ്വലമായ ഒരു പ്രസംഗം. അപ്പോൾ ലോക ശ്രദ്ധയെ ആകർഷിക്കുന്നു. ഇന്ത്യയുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഇന്ത്യ ആഗ്രഹിക്കുന്ന രീതിയിൽ ലോകം കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നതുകൊണ്ട് അവരത് പറഞ്ഞു. അപ്പോൾ ഇവിടെ അങ്ങനെ പറയുമ്പോഴും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനെ ഒന്ന് മയപ്പെടുത്താൻ ചില തീരുമാനങ്ങൾ വേണമല്ലോ. അവിടെയാണ് മുൻ പ്രധാനമന്ത്രി, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിൻ്റെ മൂത്ത സഹോദരൻ, 3 പ്രാവശ്യം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെറീഫ്, ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് പൊതുവെ മാറി നിൽക്കുകയാണ്. അദ്ദേഹം സ്വന്തം അനിയനെ വിളിച്ചു പറഞ്ഞു, ലുക്ക്, വളയ്ക്കേ ചെയ്യാവൂ, ഓടിക്കാൻ നോക്കരുതേ, കാര്യങ്ങൾ കൈവിട്ട് പോയി മോനെ, അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, ഇപ്പോൾ കുറച്ചൊക്കെ സംയമനം പാലിക്കണം എന്ന വാക്കുകൾ നവാസ് ഷെറീഫിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. അദ്ദേഹത്തിന് നന്നായിട്ടറിയാം, മുൻകാലങ്ങളിൽ അദ്ദേഹം ഏറ്റവും അധികം ബുദ്ധിമുട്ടിയത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഒരു കടന്നുകയറ്റം കൊണ്ടാണ്. നോക്കൂ, കാർഗിൽ യുദ്ധം 1999 1999 ഒരു സാഹചര്യം എൻ്റെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. 1999 വാജ്പേയി പാകിസ്ഥാനിൽ പോയി ബസ് ഡിപ്ലോമസി, വാഗ അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ പോയി ബസ് നയതന്ത്രം എന്ന് പറയും. അതുപോലെ നവാസ് ഷെറീഫ് ഇന്ത്യയിൽ വന്ന് ലക്നൗ സമ്മിറ്റ്, പാകിസ്ഥാൻ ഇന്ത്യ, പാകിസ്ഥാനുമായി വലിയ തോതിൽ അടുക്കുന്നു ഭാരതം, അല്ലെങ്കിൽ പരസ്പരം തങ്ങളുടെ വൈജാത്യങ്ങൾ മാറ്റിവെച്ചിട്ട് സഹകരണത്തിൻ്റെ പന്ഥാവുകൾ തേടുന്നു എന്ന പ്രതീതിയാണ് 98-99 വാജ്പേയിയുടെ 2ാം ഗവൺമെൻറ് സമയത്ത് സംഭവിച്ചത്. അപ്രതീക്ഷിതമായിട്ടാണ് കാർഗിൽ യുദ്ധം 1999 പൊട്ടിപ്പുറപ്പെടുന്നത്. പിന്നീട് കാർഗിൽ യുദ്ധമെല്ലാം കഴിഞ്ഞ് സ്ഥിതിഗതികൾ നോർമലായപ്പോൾ വാജ്പേയി കണ്ട, അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയെ കണ്ടപ്പോൾ നവാസ് ഷെറീഫ്, അന്നത്തെ പ്രധാനമന്ത്രി നവാസ് ഷെറീഫ് പറഞ്ഞു, അങ്കിൾ ക്ഷമിക്കണം, ഞാൻ സത്യത്തിൽ അറിഞ്ഞതേയില്ല. പർവേസ് മുഷറഫ് എന്ന സൈനിക ജനറൽ എൻ്റെ ഒരു അറിവോ സമ്മതമോ ഒന്നുമില്ലാതെ സിവിൽ അഡ്മിനിസ്ട്രേഷനുമായി കൺസൾട്ട് ചെയ്യാതെ കാർഗിൽ നടത്തിയ ഏകപക്ഷീയമായ നീക്കമാണ്. ഞാൻ ദിവസങ്ങൾക്ക് ശേഷമാണ് അങ്ങനെയുള്ള സൈനിക നീക്കത്തെക്കുറിച്ചും നുഴഞ്ഞ കയറ്റത്തെക്കുറിച്ചും ഞാൻ അറിയുന്നത്, വളരെ വൈകിയാണ്. അതുകൊണ്ട് ഷഹബാസ് ഷെറീഫ് അനിയച്ചാരോട് പറയുകയാണ്, ചേട്ടച്ചാർ പറയുകയാണ്, പാകിസ്ഥാൻ ആർമി പല ഗെയിംസും കളിക്കും, അവർ രാജ്യത്തെ യുദ്ധത്തിലേക്ക് നയിക്കും,
അവരുടെ നിലനിൽപ്പതിന് വേണ്ടി ആവശ്യമാണ്. എന്നിട്ട് നമ്മുടെ ഖജനാവിൻ്റെ നല്ല പങ്കും അവർ ആർമിക്ക് വേണ്ടി അല്ലെങ്കിൽ ഡിഫൻസ് ഫോഴ്സസിന് വേണ്ടി ചെലവാക്കാൻ പ്രലോഭിപ്പിക്കും. പാകിസ്ഥാൻ്റെ ആർമി എന്നും ഒരു ഇത്തുൽ കണ്ണിയായി നിൽക്കും. അവർ നമ്മളെ സംരക്ഷിക്കുകയല്ല യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അനൗപചാരികമായി ഇങ്ങനെയൊക്കെയുള്ള ഒരു ലൈനിലാണ് ആ സംസാരം മുന്നോട്ട് പോയത്. ആർമിയെക്കുറിച്ച് പറഞ്ഞു എന്നതല്ല ഞാൻ പറയുന്നത്. ആർമി ഒരു ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞ മൂത്ത സഹോദരനാണ് പറയുന്നത്. ആർമി പറയുന്നത് കേട്ട് ജനറൽ അസിം മുനീർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ഷഹബാസ് ഷെരീഫിൻ്റെ തീരുമാനമെങ്കിൽ അത് പലപ്പോഴും തിരിച്ചടിക്ക് കാരണമായേക്കാം എന്ന ഒരു വേർഡ്സ് ഓഫ് വിസ്ഡമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വളരെ അളന്നു മുറിച്ച പ്രസ്താവനകളാണ് വരുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശക്തമായ തിരിച്ചടി നൽകും എന്ന് പറയുന്നു. ലോകരാജ്യങ്ങളെ കോൺഫിഡൻസിലെടുക്കുന്നു. നമ്മുടെ നയതന്ത്ര രംഗം ഉണർന്ന് പ്രവർത്തിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 2 പതിറ്റാണ്ടിനുള്ളിൽ നമ്മുടെ ഏറ്റവും അധികം നയതന്ത്ര നീക്കം നടത്തിയ ഒരാഴ്ചയാണ് ഈ കടന്നു പോയത്. ഏതാണ്ട് എല്ലാ പ്രമുഖ രാജ്യങ്ങളെയും ഒന്നുകിൽ നമ്മൾ സമീപിക്കുകയോ അല്ലെങ്കിൽ അവർ തന്നെ സമീപിച്ചപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കുകയോ ചെയ്തിട്ടുണ്ട്. മിക്ക രാജ്യങ്ങളുടെയും ഡൽഹിയിൽ എംബസിയോ ഹൈക്കമ്മീഷനോ ഉള്ള മിക്ക രാജ്യങ്ങളുടെയും നയതന്ത്രജ്ഞരെ നമ്മൾ ആദരപൂർവ്വം ക്ഷണിച്ച് സൗത്ത് ബ്ലോക്കിൽ കൊണ്ടുവന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു. കാരണം നിർണായകമായ ചില നീക്കങ്ങളിലേക്കാണ് ഇന്ത്യ കടക്കുന്നത് എന്ന ഒരു മുന്നറിയിപ്പ്. അല്ല എങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ, നിങ്ങൾ ഏകപക്ഷീയമായി ചെയ്തതല്ലേ, എന്നാൽ പിന്നെ നിങ്ങൾ അങ്ങ് അനുഭവിക്കുക. ഇന്ന് ലോകരാജ്യങ്ങളും പറയരുതല്ലോ. അത് മാത്രമല്ല, നയതന്ത്ര വേദികളിൽ, ലോക സമിതികളിൽ, ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉൾപ്പെടെ ഈ വിഷയം പാകിസ്ഥാൻ നദീജലം തടയുന്നത് ഉൾപ്പെടെയുള്ള വിഷയം യുദ്ധം നടക്കുകയാണെങ്കിൽ ആ വിഷയം ഉൾപ്പെടെ വരും. അത് മാത്രമല്ല, പാകിസ്ഥാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ബൈലാറ്ററലിസം അല്ല, സിംല കരാറിൽ നിന്നും പിൻവാങ്ങി. സിംല കരാറിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ അതിനർത്ഥം എന്താണ്? മറ്റ് രാജ്യങ്ങൾക്ക് ഇടപെടാനുള്ള, മധ്യസ്ഥത വഹിക്കാനുള്ള ഒരു സന്നദ്ധത അല്ലെങ്കിൽ അതൊരു സാഹചര്യം ഒരുങ്ങുകയാണ്. അതുകൊണ്ടാണല്ലോ പാകിസ്ഥാൻ പറഞ്ഞത് ചൈനയോ റഷ്യയോ ഈ കാര്യത്തിൽ മധ്യസ്ഥത വഹിക്കണം, ഇടപെടണം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ഇടപെടലും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാനോട് നേരിട്ട് തന്നെ സംസാരിച്ച് നേരിട്ട് തന്നെ ചർച്ച നടത്തി വിഷയങ്ങൾ രമ്യമായെങ്കിൽ രമ്യമായി, ഫോഴ്സ് എങ്കിൽ ഫോഴ്സ്, ഇത് രണ്ടുമാകാം. നയതന്ത്രം പരാജയപ്പെടുന്നിടത്താണല്ലോ യുദ്ധമുണ്ടാകുന്നത്. അപ്പോൾ ആദ്യ പരിഗണന എപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്രത്തിന് തന്നെയാണ്, യുദ്ധത്തിനല്ല. അത് പരാജയപ്പെടുന്ന ആ നിമിഷം കായിക ബലപ്രയോഗം, യുദ്ധം അതിലേക്ക് നീളാം. അതുകൊണ്ട് ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, ഈ ബൈലാറ്ററലിസം വിട്ടുപോകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നതുകൂടി പ്രത്യേകമായി ഓർമ്മിപ്പിക്കട്ടെ. അങ്ങനെയെങ്കിൽ ചർച്ചകൾ ആവശ്യമാണ്, കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു കെട്ടാൻ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം, ഈ സമീപകാലത്ത് തുടങ്ങിയ 2 യുദ്ധങ്ങൾ, അതൊന്ന് ഉക്രൈൻ റഷ്യ യുദ്ധം, 2 ഇസ്രയേൽ ഹമാസ് യുദ്ധം. ഇത് രണ്ടും ഇപ്പോഴും തുടരുകയാണ്. ഒരു യുദ്ധം തുടങ്ങി വെക്കാം, പക്ഷേ തിരിച്ചു കയറാൻ, കളത്തിൽ നിന്നും കരയ്ക്ക് കയറുന്നത് ഓൾമോസ്റ്റ് അസംഭവ്യമായ കാര്യമാണ്. പൂർണ്ണ വിജയം ഒരു യുദ്ധത്തിലും ഒരു സൈനിക ശക്തിക്ക് ലഭിക്കുന്നില്ല ആധുനിക ലോകത്ത്. അതുമാത്രമല്ല, അപ്രതീക്ഷിതമായ കേന്ദ്രങ്ങളിൽ നിന്നും വീക്കർ പവർ, ഇവിടെ പാകിസ്ഥാനാണ് വീക്കർ പവർ, പാകിസ്ഥാന് അപ്രതീക്ഷിതമായ കേന്ദ്രങ്ങളിൽ നിന്നും ചിലപ്പോൾ സഹായം ലഭിച്ചു എന്നിരിക്കാം. ഇപ്പോൾ പറയുന്നത് ചൈനയിൽ നിന്നും ലഭിക്കുമെന്ന് അവർ കരുതുന്നു. തുർക്കി എയർക്രാഫ്റ്റിൽ കുറച്ച് ആയുധങ്ങൾ കൊടുത്തയച്ചു, ഹെർക്കുലീസ് C-130 എയർക്രാഫ്റ്റിൽ ആയുധങ്ങൾ അയച്ചു എന്നൊക്കെ അല്ലാതെ പരസ്യമായി ഒരു യുദ്ധം വന്നാൽ ഞങ്ങൾ പാകിസ്ഥാനെ സഹായിച്ചു കൊള്ളാം എന്ന് ഒരു മുസ്ലിം രാജ്യവും പറഞ്ഞില്ല, ഒരു അറബ് രാജ്യവും പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. അത് നമ്മൾ ഓർക്കണം. അതുപോലെ ഇന്ത്യക്കും ആ രീതിയിലുള്ള ഉറപ്പൊന്നും ആരും ഒരു രാജ്യവും നൽകിയിട്ടില്ല. നമ്മൾ ആ രാജ്യങ്ങളുമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു തിരക്കിലാണ്. അതുകൊണ്ടാണ് 2 പേരുകൾ, ഇത് ഞാൻ ചിന്തിക്കുന്ന 2 പേരുകളാണ്, സിംബോളിക് നെയിംസാണ്. അടൽ ബിഹാരി വാജ്പേയിയുടെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അടൽ ബിഹാരി വാജ്പേയിയെ ഇന്ദിരാഗാന്ധി മുൻകാലത്ത് ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെ സമയത്ത്, അന്ന് അടൽ ബിഹാരി വാജ്പേയി BJP ഉണ്ടായിട്ടില്ല, അതിന് മുമ്പുള്ള രൂപമായ ജനസംഘത്തിൻ്റെ അനിഷേധ്യ നേതാവാണ്. പാർലമെൻറ്റിലെ ഉജ്ജ്വലമായ പ്രഭാഷണത്തിനുടമയായ വാഗ്മി കൂടിയാണ്. വാജ്പേയിയാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യയുടെ ഭാഗം സംസാരിക്കാൻ, കാശ്മീർ ഉൾപ്പെടെയുള്ള ഭാഗം സംസാരിക്കാൻ നിയോഗിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി നോക്കണം, കോൺഗ്രസ് നേതാക്കൾ ഇല്ലാഞ്ഞിട്ടല്ല, വാഗ്ധോരണിയുള്ള ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ല, അടൽ ബിഹാരി വാജ്പേയി ഹിന്ദിയിൽ സംസാരിച്ച് ഒന്നാന്തരം കവിതാശകലങ്ങൾ ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ട് ലോക മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന രീതിയിൽ, ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ ഷിക്കാഗോ പ്രസംഗം, അതൊക്കെയാണല്ലോ ലോകത്തെ കോരിത്തെരിപ്പിച്ച പ്രസംഗങ്ങൾ. അതിനോട്
കിടപിടിക്കാവുന്ന രീതിയിലുള്ള ഒന്നാം തരം സംസാരമാണ് അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയെ ഷോക്കേസ് ചെയ്തുകൊണ്ട്, പാകിസ്ഥാനെ തുറന്നു കാട്ടിക്കൊണ്ട്, പാകിസ്ഥാൻ്റെ ക്രൂരതകളെ തുറന്നു കാട്ടിക്കൊണ്ട് വാജ്പേയി ചെയ്തത്. അപ്പം നോക്കൂ, പ്രതിപക്ഷങ്ങൾ എത്രത്തോളം ഹാൻഡിയാണ് അറ്റ് ടൈംസ് ഓഫ് ക്രൈസിസ്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയും ഉണർന്ന് ചിന്തിക്കേണ്ട സമയമായെന്ന് എനിക്ക് തോന്നുന്നു. അത് ഒരു വ്യക്തിപരമായ ചിന്ത മാത്രമാണ്. ഇതൊരു ആത്യന്തികമായ ഒരു തീരുമാനവും ഒന്നുമല്ല. ഇവിടെ നല്ല ഭംഗിയായി അന്താരാഷ്ട്ര വിഷയങ്ങൾ ഒഴുക്കോടുകൂടി സംസാരിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. സ്വന്തം പാർട്ടിയിൽ ലേശം അനഭിമതനാണ് താനും. അദ്ദേഹമാണ് ശശി തരൂർ. അപ്പം ശശി തരൂർ നീഡ്സ് നോ ഇൻട്രഡക്ഷൻ. ലോക സമൂഹത്തിന് മുന്നിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്ന ആളാണ്. സെക്രട്ടറി ജനറൽ പദത്തിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. ജയിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ മത്സരിച്ച് കുറച്ച് മൈലേജ് ഉണ്ടാക്കി അദ്ദേഹം ഇന്ത്യയുടെ സ്വരമായി മാറാൻ ആഗ്രഹിക്കുന്ന ആളുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയമെന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയോട് ഇടതടിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം വേണ്ട പരിഗണന കോൺഗ്രസിൽ കിട്ടുന്നില്ല എന്ന ഒരു പരിഭവമുണ്ട്. അത് പൂർണ്ണമായി ശരിയല്ല. എൻ്റെ അഭിപ്രായം അത് പൂർണ്ണമായി ശരിയല്ല. അദ്ദേഹത്തിന് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം, അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ ഏറെ സംസാരിക്കാൻ മുൻകാലങ്ങളിൽ അവസരം. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ലോക്സഭാ അംഗങ്ങളാണെന്ന് ഓർക്കണം. അപ്പോൾ തരൂരിന് അലോട്ട് ചെയ്യാവുന്ന ടൈമിന് പരിമിതികളുണ്ട് എന്നും മനസ്സിലാക്കണം. പക്ഷേ തരൂർ ഇപ്പോൾ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രസ്താവനകൾ ഇടതുപക്ഷത്തെ പ്രകീർത്തിച്ചുകൊണ്ടും നമ്മുടെ സ്റ്റാർട്ടപ്പ് സംസ്കാരത്തെ പ്രകീർത്തിച്ചുകൊണ്ടും പിന്നീട് മോദിയുടെ അമേരിക്ക നയത്തെ പ്രകീർത്തിച്ചുകൊണ്ടും ഒക്കെ നടത്തിയ പ്രസ്താവനകൾ ലേശം അലോസരമുണ്ടാക്കി സ്വന്തം പാർട്ടിക്ക് മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പോൾ BJPക്ക് അദ്ദേഹത്തെ ഉപയോഗിക്കാൻ കഴിയും. കാരണം അദ്ദേഹത്തെ പല വേദികളിലും, ഗ്ലോബൽ വേദികളിൽ അദ്ദേഹത്തിൻ്റെ സംസാരം തീർച്ചയായും ഇന്ത്യയെ ഷോക്കേസ് ചെയ്യുന്നതിന് സഹായിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ പല എഴുത്തുകളും പ്രഭാഷണങ്ങളും എല്ലാം തന്നെ ഭാരതത്തിൻ്റെ സാംസ്കാരിക തനിമയെക്കുറിച്ചും ഭാരതത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചും ഒക്കെ ആയതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട്, സ്ഥിതിവിവരക്കണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാഹചര്യങ്ങളെ വിശദീകരിക്കാൻ തരൂരിനോളം വൈഭവമുള്ള ഒരു ഇന്ത്യക്കാരനില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് എത്ര പേര് യോജിക്കുമെന്നത് മറ്റൊരു കാര്യമാണ്. അത് ഞാൻ തരൂരിനെ വെള്ളപൂശാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പം അത് ഉപയോഗിക്കാവുന്ന ഒരു റിസോഴ്സാണ് തരൂർ. ഇനി ആരും ചിന്തിക്കാത്ത മറ്റൊരു റിസോഴ്സ് കൂടിയുണ്ട്. അത് തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് വികാരമുള്ള ഒരു ആളാണ്. ഹൈദരാബാദുകാരനാണ് അസദുദ്ദീൻ ഒവൈസി. MIMൻ്റെ എല്ലാമായ അസദുദ്ദീൻ ഒവൈസി എന്ന പാർലമെൻറ്റ് അംഗം, ലോക്സഭാ അംഗം BJPയുമായി കടുത്ത ശത്രുതയിലാണ്. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ചില വാക്കുകൾ വന്നു. മിസ്റ്റർ ബിലാവൽ ഭൂട്ടോ, യു ആർ എൻ ആർച്ച് ഫൂൾ. എന്താ, ബെനസിർ ഭൂട്ടോയുടെ മകനോടാണ് പറയുന്നത്. നിന്റെ അമ്മ വെട്ടിയേറ്റ് വീണത് ഭീകരതയുടെ ഇരയാണെന്ന് ഓർക്കണം. സൈന്യവും ഈ പറയുന്ന ISIയും എല്ലാം ചേർന്ന് ഒരുക്കുന്ന ഭീകരതയുടെ ഇരയാണ് നിന്റെ അമ്മയുടെ വധമെന്ന് ഓർക്കണം. നിന്റെ അപ്പൻ വധിക്കപ്പെട്ട, നിന്റെ വല്യപ്പൻ സുൽഫിക്കർ അലി ഭൂട്ടോ വധിക്കപ്പെട്ട സൈന്യത്തിൻ്റെ കിരാതമായ കുൽസിതമായ ചില നീക്കങ്ങളുടെ ഫലമായിട്ടാണെന്ന് ഓർക്കണം. ഇതെല്ലാം ഓർപ്പിച്ചുകൊണ്ട് കൊച്ചു ഭൂട്ടോയോട് പറയുകയാണ്, നീ ബുദ്ധിമാനായി പ്രവർത്തിക്കണം. നീ നിന്റെ സൈന്യവും നിന്റെ രാജ്യത്തെ സൈന്യവും ISIയും തീവ്രവാദികളും പറയുന്നത് കേട്ട് ഇന്ത്യ ആണവായ നശിപ്പിക്കുമെന്നും പറഞ്ഞ് വീരവാദം പറഞ്ഞ് നടന്നാൽ നിന്റെ വാക്കൊന്നും അവിടെ ആരും കേൾക്കില്ല. അതുമാത്രമല്ല, കുറച്ചുകൂടി പക്വതയോടെ സംസാരിക്കൂ എന്ന് പറയുന്നത് അതിർത്തിക്കപ്പുറം ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട്, ഹൈദരാബാദിൽ ഇരുന്നുകൊണ്ട് ഒവൈസിയാണെന്ന് ഓർക്കണം. അസദുദ്ദീൻ ഒവൈസി BJPക്ക് കണ്ണെടുത്താൽ കാണരുതാത്ത ഇസ്ലാമിക നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്ക് മുഴുവൻ തന്നെ മുസ്ലിംസാണ്. ഹൈദരാബാദിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താനാവില്ല. ഹൈദരാബാദിൻ്റെ ഒരു ഡെമോഗ്രാഫിക് കോമ്പസിഷൻ അങ്ങനെയാണ്. ഇദ്ദേഹത്തെ ഉൾപ്പെടെ അറബി രാജ്യങ്ങളുമായി സംസാരിക്കാൻ, പ്രത്യേകിച്ച് അറബ് ലീഗിലെ രാജ്യങ്ങൾ, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഉൾപ്പെടെ വഴങ്ങുന്ന ഒരു ആളാണ്. അദ്ദേഹത്തിന് ഉറുദു വഴങ്ങും, ഇംഗ്ലീഷ് വഴങ്ങും, എനിക്കറിയില്ല, അറബിയെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഇന്ത്യക്ക് പുറത്ത് കാട്ടാനൊക്കുന്ന ശശി തരൂർ അത് BJPക്കാരല്ല. ഇപ്പം BJPയുടെ ഭാഗത്ത് ഒന്നാന്തര നയതന്ത്രമുണ്ട്, അതിനുള്ള കപ്പാസിറ്റിയുള്ള ആളുകളുണ്ട്, ഇല്ലാത്തത് കൊണ്ടല്ല. പക്ഷെ ഒരു യുദ്ധം വരുമ്പോൾ അതിൽ രാഷ്ട്രീയമില്ല, ദേശീയതയുടെ പിന്നിൽ രാഷ്ട്രീയമില്ല, ദേശസുരക്ഷ അപകടത്തിലാകുമ്പോൾ രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം മറന്നുകൊണ്ട് ഇന്ദിരാഗാന്ധി വാജ്പേയിയെ ഉപയോഗിച്ചതുപോലെ ആ ഒരു നല്ല കാലം ഇന്ദിരാഗാന്ധി ഏകാധിപത്യ പ്രവണതകൾ കാട്ടി വാജ്പേയി ജയിലിലായി. വാജ്പേയി ഉൾപ്പെടെയുള്ളവർ കഠിനമായി വിമർശിച്ചു, അത് മറ്റൊരു കാര്യം. പക്ഷേ വാജ്പേയി ഇന്ദിരാഗാന്ധിയെ, ബംഗ്ലാദേശ് യുദ്ധം ജയിച്ചു നിൽക്കുന്ന ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിച്ചത് ഭാരത ദുർഗ എന്നാണ്. അതുപോലെ മോദിക്ക് സഹായം കൊടുക്കേണ്ട സമയമാണിത്. ഇന്ദിരാഗാന്ധിക്ക് അന്ന് വാജ്പേയി ഇന്ദിരാഗാന്ധിയെ വിശേഷിച്ചതുപോലെ മോദിയെ വിമർശിക്കാം, പിന്നീട് വിമർശിക്കാം, നമുക്ക് ആഴത്തിൽ വിമർശിക്കാം, പ്രധാനമന്ത്രിയെ വിമർശിക്കാം. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയാണ്,
യുദ്ധം തീർന്നു കഴിഞ്ഞ് സമാധാനം വരുമ്പോൾ ഈ സുരക്ഷാ ഭീഷണികളെല്ലാം തന്നെ, സുരക്ഷാ വീഴ്ചകളെല്ലാം എണ്ണി 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 ചോദിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതിപ്പോഴല്ല. ഇപ്പോൾ നയതന്ത്രത്തിന് സാധ്യത കൊടുക്കണം. യുദ്ധം ഒഴിവാക്കണമെങ്കിൽ വൈസ് വേർഡ്സ് ഓഫ് വിസ്ഡം, വേർഡ്സ് ഓഫ് വൈസ് മെൻ യൂസ്ഡ് ഇൻ ദ റൈറ്റ് ഫോർമേഷൻ, ഇത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അന്ധമായി പാകിസ്ഥാൻ ചൈനയെ വിശ്വസിക്കുന്നതിൻ്റെ അപകടം, അന്ധമായി ഇന്ത്യ ചില രാജ്യങ്ങൾ അമേരിക്കയുടെ ഉൾപ്പെടെ സഹായം ലഭിക്കും എന്ന് വിശ്വസിക്കുന്നതിന് പിന്നിലെ മൗഢ്യം, അന്ധമായി ഈ ചില വാക്കുകൾ, ചില ബൊംബാസ്റ്റിക് വാക്കുകൾ, ജിങ്കോയിസം, വലിയ വാക്കുകൾ ഉപയോഗിച്ച് അട്ടിക്കും എന്നുള്ള പ്രസ്താവനകളെ ഒരു മാർജിനിട്ടേ എടുക്കാവൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മുൻ അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്, ഇന്ത്യയുടെ അനുഭവങ്ങളും അങ്ങനെയാണ്. യുദ്ധം വരും എന്ന് പറഞ്ഞുകൊണ്ട് വാർ മോങ്കറിങ്, ഇത് ഇവിടെ നിന്നല്ല, ഈ ഹൃദയത്തിൽ നിന്നല്ല ഈ വാക്കുകൾ വരേണ്ടത്, തലച്ചോറിൽ നിന്നാണ്. ഹൃദയപരമായി നമ്മൾ നാട്ടിക്ക് തിരിച്ചടി കൊടുക്കണം, അത് വൈകാരികമായ പ്രതിഫലനമാണ്. പക്ഷേ വൈകാരികതയ്ക്ക് ഉപരിയായി യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തലച്ചോറിൻ്റെ ഭാഷയിൽ പ്രതികരണങ്ങൾ നടത്തുന്ന നേതാക്കൾ ആവശ്യമാണ്, അവരുടെ വാക്കുകൾ ആവശ്യമാണ്. ചൈന മിസൈലുകൾ ഉൾപ്പെടെ പാകിസ്ഥാനിലേക്ക് വൻതോതിൽ കയറ്റി അയക്കുന്നു, വസ്തുതയാണ്. ചൈനയുടെ സാന്നിധ്യം പാകിസ്ഥാനിൽ ഉണ്ടാവും, വസ്തുതയാണ്. ഇല്ല എന്ന് ഇന്ത്യക്കാർ എത്രത്തോളം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും ആത്യന്തികമായി ചൈനീസ് സപ്പോർട്ട് പാകിസ്ഥാൻ ഉണ്ടാകും. അവിടെ ടേക്ക് ചൈന ഇൻ ടു കോൺഫിഡൻസ്, ടോക്ക് ചൈന ഇൻ ടു കോൺഫിഡൻസ്, ഇതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസത്തിലെടുക്കണം, സംസാരിച്ച് വിശ്വാസത്തിലെടുക്കണം. അതിന് നല്ല സംസാരചാരുതയുള്ള, താല്പര്യങ്ങൾ അറിഞ്ഞ്, ചൈനയുടെ ഉൾപ്പെടെ ചൈന ഇപ്പം വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. ചൈന അമേരിക്കയുമായി വലിയ തോതിലുള്ള വ്യാപാര യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ്. അവിടെ ഇന്ത്യയോടുകൂടി ഒരു വലിയ അകലം പാലിക്കുന്ന അവസ്ഥയിലേക്ക് വന്നാൽ ചൈനയുടെ മുന്നോട്ടുള്ള പോക്കിന് അത്ര ഗുണകരമാവില്ല. ഒരു വലിയ യുദ്ധത്തിലേക്ക് ലോകം പ്രദേശം പോകുന്നത് ചൈനയ്ക്കും ബുദ്ധിമുട്ടാണ്. അതേസമയം ചൈനയ്ക്ക് അടങ്ങിയിരിക്കാനുമാവില്ല. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മൂർച്ഛിക്കുമ്പോൾ ചൈനയ്ക്ക് ഇടപെടാതെ മാറി നിൽക്കുക എന്ന് പറയുന്നത് ചൈനയുടെ ബലഹീനത. അമേരിക്ക മുൻപ് വഹിച്ചിരുന്ന ഒരു റോളുണ്ട്. ലോകത്ത് എവിടെ യുദ്ധമുണ്ടാകുമ്പോഴും അമേരിക്കയ്ക്ക് ഒരു വാക്കുണ്ട്, അമേരിക്കയുടെ ഒരു വാക്കുണ്ട്. ആ വാക്കിന് ബദലായി ഇപ്പോൾ ചൈനയ്ക്ക് ഒരു വാക്കില്ലാതെ നിർനിമേഷനായി നോക്കി നിന്നു എന്ന പേരുദോഷവും ചൈനയ്ക്ക് ഒരുപക്ഷെ ബുദ്ധിമുട്ടായി വരാം. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഉജ്ജ്വല നേതൃത്വങ്ങൾ ഉണ്ടാവണം. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ബാക്കിംഗ് കൊടുക്കണം. അതേസമയം പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മാത്രമല്ല, മോദി ഒറ്റയ്ക്കല്ല, മോദിയുടെ പിന്നിൽ പ്രതിപക്ഷമുണ്ട്, മോദിയുടെ പിന്നിൽ മോദി എതിർത്തിരുന്ന ആളുകളുമുണ്ട്. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം ഈ സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വേർഡ്സ് ഓഫ് വിസ്ഡത്തെക്കുറിച്ച്, ബുദ്ധിപരമായ വാക്കുകളെക്കുറിച്ച്, ബുദ്ധിപരമായ നീക്കങ്ങളെക്കുറിച്ച്, അത് ആഭ്യന്തര ശത്രു എന്ന മുദ്ര കുത്തുന്നവരുൾപ്പെടെ അവരുടെ ഇൻറ്റൻഷൻസ് ശരിയാണെങ്കിൽ, അവരെ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ വിടുകയും രാജ്യത്തിൻ്റെ പാരപണയുകയും ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യരുത്. അല്ല എങ്കിൽ അവരുടെ ഉദ്ദേശശുദ്ധി വ്യക്തമാണെങ്കിൽ രാജ്യത്തിന് വേണ്ടി ഭരണപക്ഷത്തോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കളെയും ഉപയോഗപ്പെടുത്തണം എന്നതായിരുന്നു ഈ വീഡിയോയുടെ പ്രധാന നിർദ്ദേശം.